ഹലോ ഗായ്സ്, ഇപ്പോൾ സമയം 7:30 അപ്പോൾ ഇന്നായിരുന്നു നമ്മുടെ വീഡിയോ, അർജുൻ എംപിയുടെയായിട്ടുള്ള രണ്ടാമത്തെ വീഡിയോ ഇന്ന് സെറ്റ് ചെയ്തു. അപ്പോൾ പരിപാടി നമ്മൾ ജയിച്ചു. ഒരു 3:30 കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടി ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഒരു 6:30 ഇറങ്ങിയത്. ഭയങ്കര ട്രാഫിക് ആയിരുന്നു. കലൂർ വെച്ചായിരുന്നു. കലൂരിൽ നിന്ന് തുടങ്ങി കൊച്ചി മൊത്തം ഉണ്ടായിരുന്നു ഏകദേശം. അപ്പോൾ നമുക്ക് നമ്മൾ കലൂരിൽ നിന്ന് കാക്കനാട് ഒരു ബസ് കിട്ടി. കാക്കനാട് നിന്ന് ഇൻഫോ പാർക്കിലോട്ട് വണ്ടി കിട്ടുന്നേ ഇല്ല. അപ്പോൾ ഞാനാണ് ഇന്ന് ഭയങ്കര ചൂറ കഴിച്ചു കേട്ടോ. അതായത് 500 ml ഐസ്ക്രീം, നാച്ചുറൽസിൻ്റെ ഐസ്ക്രീം മലൈ ഫ്ലേവറും പിന്നെ ഒരു 2 ലിറ്റർ കൊക്കക്കോളയും. ഒരു കൊക്കക്കോളയ്ക്കകത്ത് 8 സ്പൂൺ ഉണ്ടെന്നാണ് പറയുന്നത്, എനിക്കറിയത്തില്ല. അപ്പോൾ നല്ല ഷുഗർ കയറ്റിയിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ബോഡി ഫുള്ള് ഷുഗറാണ്. അപ്പോൾ നമ്മൾ നൈസായിട്ട് ഞാനങ്ങ് ഓടി, ബസ്സൊന്നും കിട്ടാത്തതുകൊണ്ടേ കാക്കനാട് ഇൻഫോ പാർക്ക് വരെ ഓടുക. ഓഫീസിലൊന്ന് കയറണം. ഒരു 4 കിലോമീറ്ററോളം ആയി ഇപ്പം ഓടി. ഇനി റൂമിലോട്ടും പോകണ്ട, അതുകൊണ്ട് ഒരു 2.5 കിലോമീറ്റർ, മൊത്തം ഒരു 6.5-7 കിലോമീറ്ററോളം ഉണ്ടാവും. ഞാൻ ഇപ്പോൾ റൗണ്ട് അടിച്ചാൽ വരുന്നത്. നമ്മുടെ കുഴിക്കാട്ടുമൂലന്ന് ഇൻഫോ പാർക്കിൻ്റെ ബാക്ക് സൈഡ് സൗത്ത് ഗേറ്റിലോട്ട് എത്തുന്ന ഒരു വഴിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ വഴി. അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞായിരുന്നു ഒരു വീഡിയോ എടുത്ത് വെക്കണം, വ്ളോഗ് എടുത്ത് വെക്കണം. അപ്പോൾ ഒന്നും എടുത്തില്ല. രാവിലെ ഇറങ്ങിയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പുള്ളി എൻ്റെ തിരക്കായിരുന്നു, കാരണം വർക്ക് കൂടെ ചെയ്യാനുണ്ടായിരുന്നേ. എൻ്റെ ഒപ്പം വർക്ക് കൂടെ ചെയ്തായിരുന്നു. ഇപ്പോൾ ഒരു കൂട്ടുകാരെ വിളിച്ചപ്പോൾ അവനും പറഞ്ഞു അവിടെ എന്തെങ്കിലും ഒരു ചെറിയൊരു വീഡിയോ എടുത്ത് വെക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എടുക്കോട്ടെ. ഫുള്ള് ടയർഡായി. സീനൊന്നും ഇല്ല, ഈ ഓടിയൻ്റെ ഒരു സീനേ ഉള്ളൂ. ബസ്സൊന്നും കിട്ടാനില്ലെന്ന് ഇൻഫോ പാർക്കിലോട്ട്. പിന്നെ വെച്ചങ്ങ് ഓടി. അപ്പോൾ അങ്ങനെ ഓടി ഇപ്പം സൗത്ത് ഗേറ്റ് എത്താറായി. ഇനി ഓഫീസിൽ കയറി ഒന്ന് സ്വൈപ്പ് ചെയ്തിട്ട് കുറച്ച് വർക്കുണ്ട് പെൻഡിങ്. അപ്പോൾ അതുകൂടെ തീർക്കണം, എന്നിട്ട് തിരിച്ച് റൂമിലേക്ക് പോകണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ. ചലഞ്ച് കൊള്ളായിരുന്നു. നമ്മളൊരു 3:30 ആയപ്പോൾ പരിപാടി തീർത്തു. അർജുൻ എംപിയുടെ ഒരു ടീം, ഞങ്ങളെതിര് ഞാനും വേറൊരു അർജുനും. എനിക്ക് ഓൾറെഡി പരിചയമുള്ളൊരു അർജുനാണ്. അവനെ ഞാൻ നാഗാലാൻഡ് പോയപ്പോൾ കണ്ടതാണ്. അപ്പോൾ അവനും ഞാനും ടീം, ഞങ്ങൾ 3:30 ആയപ്പോൾ പരിപാടി തീർത്തു. അവർ 2 പേരും, മറ്റേ ടീം ഒരു 4:30 ആയപ്പോഴാണ് വന്നത്. അങ്ങനെ ഒരു 2 മണിക്കൂർ പിന്നെയും കുറച്ച് ഷൂട്ട് ഔട്ട്രോയും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 6:30 ആയപ്പോഴാണ് ഇറങ്ങിയത്. അപ്പോൾ ഇത്രേ ഉള്ളൂ, ബാക്കി നമുക്ക് കാണാം. നടന്ന് 4 പോയിൻറ്റ് ഫ്രണ്ടിലെത്തി. ഓടി ഓഫീസ് വരെ എത്തി. ഒരു 4 കിലോമീറ്റർ കഴിഞ്ഞു. ഇനിയുണ്ട് ഒരു 3 കിലോമീറ്റർ കൂടെ പോകാൻ. എല്ലാം കൂടെ കഴിഞ്ഞാലേ ദഹിക്കത്തുള്ളൂ തോന്നും. ഷുഗറെല്ലാം ബേണായി പോകണ്ടേ. അപ്പം എനിക്കാണെങ്കിൽ കുറച്ച് വർക്ക് കൂടെ പെൻഡിങ് ഉണ്ട്. അപ്പോൾ വർക്ക് ചെയ്ത് തീർക്കണം ഓഫീസിൽ കയറിയിട്ട്. അപ്പോൾ ഒരു ഫുഡ് ചലഞ്ച് എന്ന രീതിയിൽ എനിക്ക് ഭയങ്കര ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു കേട്ടോ. കാരണം എനിക്ക് നല്ലതായിട്ട് വിശക്കുന്നു. കാരണം കഴിക്കാനൊന്നുമില്ല, അത് കൂടുതലും കുടിക്കാനായിരുന്നു ഐറ്റംസ്. അതായത് 2 ലിറ്റർ കൊക്കക്കോളയും പിന്നെ 500 ml ഇതും. കഴിക്കാനാകെ ഒരു 6 സ്ട്രിപ്സ് ഇത് മാത്രമേ ഉള്ളായിരുന്നു. അവർ നെല്ല് എനിക്ക് ഡിസപ്പോയിൻറ്റിംഗ് ആണ്. പക്ഷേ സാരമില്ല, നമുക്ക് പിടിക്കാം, എന്തെങ്കിലും പോയി കഴിക്കാം. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ നല്ല ഹെവി ഫുഡ് കഴിക്കാം. അതാകുമ്പം ഇന്നത്തെ ഡിന്നർ, നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് സ്കിപ്പ് അടിക്കാന്നുള്ള സ്കീമായിരുന്നു. പക്ഷേ അത് നടപടിയില്ല. അതാണ് ഓഫീസെത്തി. ടാറ്റ കൺസൾട്ട് സർവീസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇത്രേ ഉള്ള എൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ. അപ്പം ലൈറ്റ് ഇല്ലാത്തതിന് ക്ഷമിക്കണം, ഫുൾ ഇരുട്ടത്തായിരുന്നു വീഡിയോ. അപ്പോൾ accept my flaws. Okay, bye.